കുട്ടികളെ കെട്ടിയിട്ട് തല്ലിക്കൊന്നത്. ഇപ്പൊ തല്ലിക്കൊല്ലുന്ന കുട്ടികളുടെ പേര് പോലും നമ്മൾ ഓർക്കണില്ല കേട്ടോ. ആ കുട്ടികളുടെ സർനെയിം വാൽമീകി എന്നാണ് കേട്ടോ. വാൽമീകി എന്ന് പറയുന്ന മനുഷ്യൻ ദളിതനായിരുന്നു, ഓർക്കേണ്ടതാണ്. വാൽമീകി ദളിതനായിരുന്നു. മഹാഭാരതം എഴുതിയ, 18 പുരാണങ്ങൾ എഴുതിയ, വേദങ്ങളെ ഇങ്ങനെ പകുത്തുണ്ടാക്കിയ വ്യാസനുണ്ടല്ലോ, വ്യാസൻ ദളിതനായിരുന്നു. പറയ സ്ത്രീയുടെ മകനായ പരാശരൻ മുക്കുവ സ്ത്രീയായ സത്യവതിയെ വെളിമ്പറമ്പിലിട്ട് പിഴപ്പിച്ചുണ്ടാക്കിയ കുട്ടിയുടെ പേരാ വ്യാസൻ എന്ന് പറയുന്നത്. വെളിമ്പറമ്പിൽ വെച്ചിട്ടാ. കൃഷ്ണദ്വൈവായൻ എന്നാണ് പേര്. കറുത്ത നിറമുള്ളവൻ, ദ്വീപിൽ വെച്ചുണ്ടായവൻ. ആ വ്യാസൻ എഴുതിയതാണ് ഈ സാധനം. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ ആർഷഭാരത പൈതൃകത്തിൽ എന്ത് മണ്ണാങ്കട്ടെ ബാക്കിയുള്ളതെന്ന്. നിങ്ങളീ അഭിമാനിക്കുന്ന പൈതൃകമുണ്ടല്ലോ, ഇത് നിങ്ങളുടേതല്ല, അത് നാട്ടിലെ ദളിതൻ ഉണ്ടാക്കിയതാണെന്ന് അംബേദ്കർ പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്. അവർക്ക് രാമായണം ആവശ്യമുണ്ടായിരുന്നു, അവർ വാൽമീകിയെ വിളിച്ചു. അവർക്ക് മഹാഭാരതം ആവശ്യമുണ്ടായിരുന്നു, അവർ വ്യാസനെ വിളിച്ചു. അവർക്ക് ഭരണഘടന ആവശ്യമുണ്ടായിരുന്നു, അവരെന്നെ വിളിച്ചു. എല്ലാം അവരുടേതാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പറയുന്ന ദേശീയത, അതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഈ പറഞ്ഞു വരുന്ന ദേശീയത, ഈ പറയുന്ന ജനാധിപത്യം എല്ലാം അപകടത്തിലാകുന്ന, ഒരുപക്ഷെ ജനാധിപത്യത്തിന് അടിത്തറ പാകിയ ദേശീയത തന്നെ അതിന്റെ അന്തകവിത്തായി മാറുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഈ ദേശീയത, രാജ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞ വലിയ തമാശ കേട്ടോ. അതായത് ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂല്ലോ, അത് ഭാരതമാണല്ലോ. ഭാരതത്തിലെ ഏറ്റവും നല്ല സംസ്ഥാനം ഏതാ? അത് കേരളം. കേരളത്തിലെ ഏറ്റവും നല്ല ജില്ല ഏതാ? അത് പാലക്കാട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും നല്ല ജില്ല ഏതാ? പാലക്കാട്. ലോകത്തിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി ഏതാ? ചിറ്റൂരായതുകൊണ്ട് ചിറ്റൂര്. ലോകത്തിലെ ഏറ്റവും നല്ല വാർഡ് ഏതാ? എന്റെ വാർഡ്. ലോകത്തിലെ ഏറ്റവും നല്ല വീട് ഏതാ? എന്റെ വീട്. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഞാനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ മൗഢ്യത്തിന്റെ പേരാണ് കേട്ടോ രാജ്യസ്നേഹം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ലാതെ അത് പണ്ട് ഈ പറഞ്ഞ കാര്യമാണ്. എന്റെ വീടിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ എന്റെ വീടിന്റെ മുകളിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത് മൗഢ്യമാണ്. അതിന് വേറൊരു പേരൊന്നുമില്ല. അതിനെയാണ് പണ്ട് ഇടശ്ശേരി തറവാടിത്ത ഘോഷണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇടശ്ശേരിയാണ് ഈ ദേശീയതയുടെ അപകടങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പണ്ടേ പറഞ്ഞു വെച്ച ആള്. ഈ ദേശീയതയെക്കുറിച്ച് പറയുമ്പോൾ ഈ വള്ളത്തോളാണ് പണ്ട് പറഞ്ഞത്. എന്താണ്, ഭാരതം എന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകൾ എന്ന് പറഞ്ഞപ്പോൾ പണ്ട് കേസരി ബാലകൃഷ്ണനുള്ള ചോദിച്ചൊരു ചോദ്യമുണ്ട്, അപ്പൊ തൃശ്ശൂർ എന്ന് കേട്ടാലോ എന്ന്. കാരണം അവിടുന്ന് ഇങ്ങടാണ് വരുന്നത്, ഇവിടുന്ന് അങ്ങടല്ല പോണത്. ഇടശ്ശേരിയുടെ കുടിയിറക്കൽ എന്ന് പറയുന്ന അതിപ്രസിദ്ധമായൊരു കവിതയുണ്ട്. ആ കവിതയിൽ ഇടശ്ശേരി ആ കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ ഏത് രാഷ്ട്രക്കാർ നിങ്ങൾ. കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ ഏത് രാഷ്ട്രക്കാർ നിങ്ങൾ. പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി. അതിലെന്തുണ്ട്? ആർക്കാനും ഉടമയില്ലാത്ത ഭൂപടമേലും പാഴ്വരയ്ക്ക് അർത്ഥമുണ്ടോ? ആരുടേതാണ് ഈ ലോകമെന്ന് പറയുന്നത്? അത് ആട്ടി ഓടിക്കപ്പെടുന്ന മനുഷ്യന്റേതാണെന്ന്, അത് അഭയാർത്ഥികളുടേതാണെന്ന്. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ബംഗാളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഇവിടെ വന്ന് ഇവിടുത്തെ മനുഷ്യരുമായി കലർന്ന് ജീവിച്ച് നമ്മുടെ നാട്ടിലെ റേഷ്യൽ പ്യൂരിറ്റി നശിച്ചു പോകുമെന്ന് പണ്ട് സുഗതകുമാരി ടീച്ചർ തിരുവനന്തപുരത്ത് നിന്ന് കരഞ്ഞ് കവിത എഴുതിയത്. ഈ മനുഷ്യന്റേതാണെന്ന് ഈ ലോകമെന്ന് പറയുന്നത്. ആ കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എവിടവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടവിടങ്ങളെ ചേർത്തു വരയ്ക്കുകൊന്ന് അവരുടെ രാജ്യത്തിന് അതിർവരമ്പായി എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ എല്ലാവരും മുന്നോട്ട് വെച്ച അതേ കാര്യം തന്നെ. ഹോളോകാസ്റ്റിലേക്ക് പോകുന്ന ബസ്സിലെ സൈഡ് സീറ്റിന് വേണ്ടിയിട്ട് തല്ലുകൂടുന്ന രണ്ടുപേരെ കുറിച്ച് പണ്ട് ഫേസ്ബുക്കിൽ ആരോ എഴുതിയിരുന്നു. ഹോളോകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നാസികളുടെ പഴയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ പൊതുപ്പേരാണ്. അതിലേക്ക് സത്യത്തിൽ ആ യാത്രയിലേക്ക് ബസ്സിലിരിക്കുന്ന ആള് കേട്ടോ നമ്മളെല്ലാവരും. നമുക്കത് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ. ആ ബസ്സിലിരിക്കുന്ന സമയത്ത് രണ്ടുപേര് സൈഡ് സീറ്റിന് വേണ്ടി അടികൂടുകയാണ്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള എല്ലാവരെയും, ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു വിശാലമായ ഐക്യമുന്നണി കെട്ടിപ്പടുത്തുകൊണ്ടല്ലാതെ ഈ കാലത്തെ പ്രതിരോധിക്കാൻ കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. അതിന്റെ പേരിൽ വല്ലാതെ നിരാശയുടെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിലും വലിയ ഒരുപാട് നാടകങ്ങൾ കണ്ടൊരു നാടിന്റെ പേരാണ് ഇന്ത്യ എന്നുള്ളത്. അതുകൊണ്ട് ഈ കെട്ടകാലത്ത് നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. വൈലോപ്പിള്ളി മാഷ് പറഞ്ഞതുപോലെയാണ്, മാവുകൾ പൂക്കണത് വൈലോപ്പിള്ളി മാഷ മാവാണ് കേട്ടോ, ജി ശങ്കരക്കുറുപ്പിന്റെ മാവല്ല. ജി ശങ്കരക്കുറുപ്പിന്റെ മാവാണെങ്കിൽ മാവുകൾ അറിയുമോ മാനവാത്മാവിൻ വേവും നോവുകൾ അവയുടെ ചില്ലകൾ പൂത്തു വീണ്ടും ഒരു ശോകഛായുണ്ട്. ഇതങ്ങനെയല്ല. മാവുകൾ പൂക്കും, മാനത്തമ്പിളി വികസിക്കും, മാനുഷർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും. ഞാൻ ആവർത്തിക്കുന്നു, മാവുകൾ പൂക്കും, മാനത്തമ്പിളി വികസിക്കും, മനുഷ്യർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും. അഭിവാദ്യം.